15 ദിവസം കൊണ്ടിട്ട് മോഡൽ എക്സാം നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഫൈനലാണ്. ഇന്ന് എല്ലാവരെയും വിട്ട് പിരിയാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മെയിൻ എക്സാം യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി വന്നാൽ മതി. എൻ്റെ ടൈം ടേബിൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഈ അതിന് വന്നാൽ മതി. 10 മണി തൊട്ട് 1 മണി വരെയാണ് എക്സാം. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എടുക്കാൻ പോവുക. ഉള്ള ഫുഡ് വണ്ടിക്കകത്ത് വെച്ചിട്ട് വന്ന് ഈ പൊരി വെയിലത്തൂടെ മനുഷ്യനായിട്ട് നടത്തിക്കാനായിട്ട് രാവിലെ എടുത്തോണ്ട് ക്ലാസ് കയറണ്ടേന് അവളുടെ വണ്ടിയുടെ ഡിക്കിക്കകത്ത് വെച്ചിട്ട് ആ അങ്ങനെ എന്തായാലും എക്സാമും കഴിഞ്ഞു. സ്പൂണൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കട്ട പോസ്റ്റ് ആയിരുന്നു കഴിച്ച്. ഞങ്ങൾ എക്സാം എഴുതാൻ പോയപ്പോ ഇവക്ക് എക്സാം ഇല്ലായിരുന്നു. പാവം പിടിച്ചോള്. ഇപ്പൊ ഫുഡ് കഴിക്കണം. പിന്നെന്തുവാ ഫുഡ് കഴിക്കണം. ചുമ്മാ ഇവിടൊക്കെ തേരാപ്പാര കറങ്ങി കിടക്കണം. പിന്നെ മിസ് വന്ന് പറഞ്ഞ എന്തോ നമ്മളടുത്ത് 3 മണിക്ക് എല്ലാവരും ക്ലാസ്സിൽ വരാൻ പറഞ്ഞു. എന്തോ നമ്മളടുത്ത് കാര്യമായിട്ട് വിശദമായിട്ട് എന്തോ മിസ്സിന് പറയാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്തുവാന്ന് കേൾക്കണം. ലാസ്റ്റ് ഡേ അല്ലേ, ഇന്നൂടല്ലേ ഉള്ളൂ. ഒരു പരിവായി. രാവിലെ വന്ന കോലമല്ല തിരിച്ച് വീട്ടിൽ പോകണം. അതെന്നും അങ്ങനെ തന്നെ. ഞാൻ ഇന്ന് യൂണിഫോം അല്ല ഗൈസ് ഇട്ടത്. കൊടയൊക്കെ ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ ഇടുന്നൊക്കെ കടയിൽ പോയി എന്തെങ്കിലും നോക്കാം. വെള്ളം കുടിച്ചോളാം. ഈ ചൂട് സമയത്ത് വെള്ളം കുടിക്കാതിരിക്കാൻ വയ്യ. നോക്കാം. ഇവളെല്ലാതെ ബ്ലാക്ക് വാങ്ങിക്കൊണ്ടേ പോത്തല്ല. അവസാനത്തെ ദിവസമല്ലേ. റോഡിന്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. ഈ അവസ്ഥ ഈ വഴി 4 വഴി കൊണ്ട് 4 വഴി ഈ കോളേജിൽ ഒരു വഴി കൂടെ വരാൻ വയ്യ. ഏത് വഴി വന്നാലും ടയർ പഞ്ചറാവുകയല്ല, മറിഞ്ഞടിച്ച് വീഴുന്ന രീതിയിൽ ഇതേ ഇളക്കിയിട്ടിരിക്കുന്നു. കുട പിടിച്ചിട്ട് ഭയങ്കര ചൂട്. അത് കുടക്കകത്തുനിന്ന് ഇറങ്ങുന്ന ഈ ചൂട് നമ്മുടെ മോന്തയ്ക്ക് കരിക്കട്ടിയാണെങ്കിൽ ഞാൻ താലപ്പള്ളിക്ക് എങ്ങനെ പോകും? എവിടെയാണ് താലപ്പള്ളി? ഇതൊക്കെ വൈകിട്ട് അമ്പലത്തിൽ വിളക്കെടുപ്പ് അവസാനമായിട്ട് ആന്റിയുടെ കട വരുന്നു വന്നതാ. ആന്റി ഇങ്ങോട്ടൊക്കെ നോക്കിയൊരു ഹായ് പറയും. ഹായ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ശാരദ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വൈകിട്ട് ചെന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം സെറ്റ് ആക്കണം, കുടിക്കണം. എടുക്കണം. സാധനമില്ല. ജിമാനെ ചോദിച്ചു. എന്തോന്ന് ഈ ജ്യൂസ് കണ്ട പിന്നെ ഞാൻ ഇതൊന്നും എടുക്കാറില്ല. എനിക്ക് ഇഷ്ടമല്ല ജ്യൂസ് കണ്ട പിന്നെ ഒന്നും എടുക്കാറില്ല. തേയിലൊന്നും മാരി ഇടല്ലേ. അങ്ങോട്ടിട്ട് പിടിക്കുന്ന നോക്കിയപ്പോ ഞങ്ങൾ അവസാനമായിട്ട് വരും. അപ്പൊ വിതറി ഇച്ചിരി സന്തോഷത്തിന് ഇഷ്ടം. അതെ, ഇനിയിപ്പോ എക്സാമിന് അവസാനമായിട്ട് ഒന്നിടുവേ. മറ്റേതും കൂടെ കുറച്ചിട്ട് എല്ലാവർക്കും വേണോ? ഇട്ടേക്ക് ഒരു ആഡംബരത്തിന് ഇട്ടേക്കാം. എടി നമുക്ക് ഇടുമ്പോഴെല്ലാം ഇടണമല്ലോ. അവക്ക് വേണ്ടാന്ന് പറഞ്ഞു നേരത്തെ. ഫോട്ടോ എടുക്കണം കേട്ടോ. ഒരെണ്ണത്തി ഇടണ്ട, ബാക്കി 2 ഇട്ടേ. നിനക്ക് വേണ്ടല്ലോ ഇത്. എനിക്ക് വേണം. നേരത്തെ വന്നൊക്കെ പറഞ്ഞു ഇടണ്ട എനിക്ക്. ഇപ്പൊ വേണം. മതി മതി. പറ്റില്ലല്ലേ? ഐസ്ക്രീം വേണ്ടായോ? ആ വേണം വേണം വേണം. ഇത് ഇട്ടാ മതിയായിരുന്നല്ലോ. എന്റെ പേരിൽ ഐസ്ക്രീം വെക്കുന്നു ഈ പറയുന്നൊക്കെ. അറിഞ്ഞെങ്കിൽ ഇട്ടോ, ഞങ്ങളൊന്നും പറയത്തില്ല. വേണ്ട ആരോഗ്യ വിഷമാവാത്ത രീതിയിൽ
കളറില്ല. ഇതിലല്ല അവിടുത്തെ ഐസ്ക്രീം ആണല്ലേ, ഐസ് ബെല്ല്. ആ നല്ല അല്ലേ ഇവിടുത്തെ? എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? ലൈനൊക്കെ കുറവാ. അത് താന്നു പോയി. അല്ല ഇച്ചിരി കുറവാ. തുളുമ്പി പോടി, ഇതായിരിക്കും നല്ലത്. തുളുമ്പി പോവും. ചുമയുള്ള ഇച്ചിരി ഗുണമല്ല. ഞാൻ അവളോടാ പറഞ്ഞത്. അവളല്ലേ ഇവിടെ മറന്നു വെച്ചിട്ട് പോകും. കുറച്ച് അധികവും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. വാങ്ങി പോകുന്നതിന്റെ സ്നേഹം എന്ന് പറയാൻ പറഞ്ഞു ചേച്ചി. ഇതിന്റെ വേറെ മോഡൽ അടിക്കും. എത്ര? എനിക്ക് ഇതല്ലല്ലോ ഞാൻ കുടിച്ച രൂപ വേറെ അന്ന് വേറെ ഇതെനിക്കറിയത്തില്ല. കൊള്ളാവൂ. മറ്റേത് മേടിക്കട്ടെ. ആപ്പിളിന്റെ ഫിസ് വാങ്ങാടി. കുടിച്ച് കുളത്തിട്ട് ഈ സാധനം വിശക്കുന്ന ചോറ് കുറച്ച് കഴിച്ചുള്ളൂ. ആപ്പിൾ ഫിസിന്റെ അടി അടിച്ച മത്തടിച്ച്. പക്ഷെ മറ്റേ ഫിസ്സാണ് നല്ലത്. അതേ കമ്പനി ഒന്നും അല്ലടി, ലോക്കലാ. ഇവക്ക് മാങ്ങ വെച്ചാ അറിയത്തില്ലടി. കണ്ണ് കാണുന്നില്ലയോ ശരിക്കും? എടി മാവിലിട്ട് അടിക്കാതെ വാടിപ്പോവടി. വാടിപ്പോവേ. ഇതാ ട്രഷർ ഹണ്ട് അടി ഓടുന്നത്. നമ്മളെ തോട്ടിയെടുക്കാൻ സഹായിച്ച മാമൻ. പക്ഷെ തോട്ടി ഇട്ടിട്ട് മാങ്ങ ഇടാൻ അറിയാത്ത രണ്ട് പിള്ളേര്. തോട്ടിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. എന്റെ കൈ പോയി. എന്റെ ഇട്ടിട്ട് മാറിയത്. എന്റെ ഇത് ഇത്രയും കിട്ടി. ഗൈസ്, നമ്മുടെ കോളേജിന്റെ അവസാന ദിവസമാണ്. ഇവിടെ ശ്രീബാറാണെങ്കിൽ അവസാന ദിവസം ഏതോ ഒരുത്തരുടെ സൊള്ളിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ജ്യോതിസും ആതിരെ ഒന്നിച്ചിരിക്കുന്നു. ഇവിടെ നെഹനുത്തള്ളയും എല്ലാരും ഉണ്ട്. ഇവിടെ ഷെമീലെ മൂക്കളൊക്കെ ഒലിപ്പിച്ച് കരഞ്ഞിട്ടിരിക്കുവാണ്. വിഘ്നേഷ് ആണെങ്കിൽ പുതിയ അരിഷ്ടത്തിന്റെ കൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചിന്തയിലാണ്. ഡിഗ്രി കഴിഞ്ഞതാണ് അവന്റെ പ്ലാൻ. ഇവിടെ ഇർഫാൻ ആണെങ്കിൽ പുതിയ ബൈക്കൊക്കെ എടുത്ത് അതിന്റെ റാട്ടിൽ നിൽക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ജൂനിയർ പയ്യനുണ്ട്, ഞങ്ങളുടെ കൂടെ ഇറങ്ങേണ്ടവനാണ്. ഇപ്പൊ ജൂനിയർ ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഡബിൾ ചിഹ്നമുണ്ട്, ജോലിയിലുണ്ടെന്ന് അവകാശപ്പെടുന്ന ഡബിൾ ചിഹ്നമുള്ള KP. പിന്നെ ഇതാണ് സാദി സരസൻ, സാദി ബ്രൗൺ ഹാർട്ട് സീറ്റ് ബഡി. അതിന്റെ ചങ്കാണ് അൻവർ തുമ്പി. ഇതാണ് സാലിഹ. ഇതാണ് നമ്മുടെ അച്ചാറ് തലയൻ പ്ലസ് ഒതറി.
ഇവന്റെ പേര് അഹമ്മദ് ജാസിം എന്നാണ്. ഇവന് ഭയങ്കര വസ്വാസൊക്കെയാണ്. ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ പേരാണ് വോൾസ്വാഗൻ വെൻഡോ. നീ എന്തിനാ പ്രൈമിലൊക്കെ ചുമ്മാ വന്ന് കയറുന്നത്? ഓരോരുത്തരുടെ അടുത്തിന്റെ അടുത്തില്ലേ മാറ്. ഇതാണ് നമ്മുടെ ഗ്യാങ്. ഇത് ജഹനുവിനെ പറഞ്ഞു മാറിയിരിക്കും, എല്ലാത്തിനും വന്ന് കയറും. ഇത് അജിമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെമീലിന്റെ പ്രോപ്പർട്ടി. പിന്നെ ഇതാണ് എന്റെ കോന്ത്രം. അത് പല്ല് കാണിച്ചേ ആ പല്ല് കണ്ടോ, അതാണ് കോന്ത്രം. ഇത് ഹർഷ ഓച്ചറയിൽ 28 ഓണത്തിന്റെ മെയിൻ ആളാണ്. ഇത് ഭവാനി തള്ള ഭയങ്കര ക്രാഫ്റ്റിന്റെ ആളാണ്. ഇതാണ് പരദൂഷണ കമ്മിറ്റിയിലെ അഡ്മിൻ. ഗൈസ്, ഇതെല്ലാം ഞാൻ എടുക്കുമ്പോൾ വിചാരിക്കും ഈ പറയുന്നവൻ ഏതാണ്, ഈ പറയുന്നവൻ ആരാ? ഇത്രയും മാന്യമായിട്ടുള്ള ഒരു ഈ കോളേജിൽ ഞാൻ മാത്രമല്ല, ഞാൻ ഒന്നിനും ഇല്ല ഗൈസ്, ഞാൻ മാത്രം പാവും. ഗൈസ്, ഞാൻ മാത്രമാണ് ഇവിടെ ഏറ്റവും സകലകലാ വല്ലവനും. ഞാൻ ഇവിടുത്തെ ബോക്സറൊക്കെ ആയിരുന്നു കേട്ടോ. കോളേജ് ഗോൾഡ് മെഡലൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാൻ കിക്ക് ബോക്സിങ് ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാഡ്മിന്റൺ, ഇവിടെ കോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ന് ഒരു ഇന്റർനാഷണൽ പ്ലെയർ ഉണ്ടായിരുന്നു, അവനെയൊക്കെ അടിച്ച് തോപ്പിച്ചാണ് ഗൈസ്. അങ്ങനെ എനിക്ക് ഭയങ്കര റെപ്യൂട്ടേഷൻ ആണ് ഈ കോളേജിലുള്ളത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഇറങ്ങുമ്പോൾ മറക്കും, അത് തന്നെ. പിന്നെ ഇവിടെ ഉള്ള പിള്ളേർക്ക് അങ്ങനെ പ്രത്യേക കഴിവൊന്നുമില്ല, എന്നാലും എല്ലാത്തിനും ഇറച്ചി തീറ്റിക്കും ഫസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, നമ്മളപ്പോ ഇന്ന് നമ്മളിവിടെ വൈദ്യപ്പയാണ് ഗൈസ്. എല്ലാരും ഇങ്ങോട്ട് ക്യാമറയിലോട്ട് ഫോക്കസ് ചെയ്യണം. നമ്മുടെ അവസാനമായി ക്യാമറയിലായിരിക്കണം. ഇനി നമുക്ക് ഒരു